എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് മഞ്ഞൾ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കും ഒരു ഫേഷ്യൽ സിറമാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോണേ. നമ്മൾക്ക് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കുറയ്ക്കാനും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാനും പിമ്പിൾസ് നന്നായിട്ട് കുറയ്ക്കാനും വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോണേ. സോ നമ്മളുടെ ആദ്യം നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് പാക്കാണ് കേട്ടോ. ഇത് കസ്തൂരി മഞ്ഞളാണ് ഞാനിവിടെ എടുത്തേക്കണേ. നിങ്ങൾ പച്ചമഞ്ഞളോ ഏതാണ് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന മഞ്ഞൾ ഉണ്ടെങ്കിൽ ആ മഞ്ഞൾ എടുക്കാം, കറിമഞ്ഞൾ എടുക്കരുത് കേട്ടോ. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാട്ടോ. അതാണ് ഞാൻ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന മഞ്ഞൾ യൂസ് ചെയ്യാം കേട്ടോ. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് തേനാണ്. തേനും ഈ മഞ്ഞളും കൂടി ഉണ്ടല്ലോ നമ്മളുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റനാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ തേന് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സാധാരണ കടയിൽ നിന്ന് വാങ്ങിയതാണ്. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ചെറുതേനാണോ അല്ലെങ്കിൽ വൻതേനാണോ, അങ്ങനെയൊക്കെ രണ്ട് ടൈപ്പ് തേനില്ലേ, ഏത് തേനാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഈ മലനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണെന്ന് തോന്നുന്നു, ആ ബ്രാൻഡിൻ്റെ ആട്ടോ ഞാൻ വാങ്ങിയേക്കണേ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഫുൾ എടുത്തിട്ടില്ല, 1/4 ടേബിൾ സ്പൂൺ ഒക്കെ തേന് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും എടുത്തു വെച്ചതിന് ശേഷം അടുത്തതായിട്ട് വേണ്ടത് നാരങ്ങയാണ് കേട്ടോ. നാരങ്ങ നിങ്ങൾക്ക് എങ്ങാനും അലർജിക് ആണെങ്കിൽ യൂസ് ചെയ്യണ്ട, അതായത് നാരങ്ങ ഇട്ടിട്ട് പ്രശ്നം ഉണ്ടെന്നാണെങ്കിൽ യൂസ് ചെയ്യണ്ട, അല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾക്ക് യൂസ് ചെയ്യട്ടോ. കാരണം ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ടല്ലോ നമ്മൾക്കൊരു ബ്ലീച്ചിങ് എഫക്റ്റ് തരും കേട്ടോ. അപ്പോൾ ഒരു ഹാഫ് ലെമൺ ആണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഞാൻ പിഴിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഇങ്ങനെ ഓരോരുത്തർക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ, നമ്മൾക്ക് മഞ്ഞളുടെ നാരങ്ങ ഫേസിൽ അപ്ലൈ ചെയ്യാമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഡൗട്ട് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഫേസിലോ ഹെയറിലോ ഒന്നും അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് 3 എടുത്തു. ഇനി 4ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് തൈരാണ്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. എന്ന് വെച്ചാൽ കട്ട തൈരല്ല, ലൂസായിട്ടുള്ള തൈരാണ്. പിന്നെ നമ്മൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ അധികം വെണ്ണയുടെ കണ്ടന്റ് ഉള്ള, അതായത് നെയ്യുടെ നമ്മൾക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ നെയ്യുടെ ടേസ്റ്റ് ഉള്ള വെണ്ണയുടെ ടേസ്റ്റ് ഉള്ള തൈര് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ പിമ്പിൾസ് വരും. കാരണം അതിനകത്ത് ഫാറ്റ് കൂടുതലാണല്ലോ. അപ്പം ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ തൈര് എന്താ പറയുക, വെണ്ണയുടെ കണ്ടന്റ് അധികം ഇല്ലാത്ത തൈര് യൂസ് ചെയ്യട്ടെ. തൈരിന് അങ്ങനെ പ്രത്യേകിച്ച് അളവില്ല, ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കില്ലേ, അത്രയും ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ നോക്കിയിട്ട് എത്ര കൺസിസ്റ്റൻസി വേണം, എത്ര തിക്നെസ് വേണം, നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് തൈര് യൂസ് ചെയ്യാം. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള അളവൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എടുത്തേക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ തൈരൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ എപ്പോഴും രാത്രി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. കാരണം ഒരു ചെറിയൊരു മഞ്ഞപ്പ് ഉണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ രാത്രി ഇടുന്നതാണ് നമ്മളുടെ സ്കിന്നിന് നല്ലത്. അപ്പോൾ ഈ മഞ്ഞപ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങ് പോയിക്കോളൂ കേട്ടോ. നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുളിക്കുമല്ലോ, ആ സമയത്ത് കംപ്ലീറ്റ്ലി ആ ഒരു മഞ്ഞപ്പ് പൊയ്ക്കോളും. കാരണം ഞാനൊരു 2-3 വർഷം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഫുൾ ഞാൻ റെഗുലറായിട്ട് മുടങ്ങാതെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ഒരു മഞ്ഞൾ. കാരണം എൻ്റെ ഫേസിൽ അത്രയും പിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറഞ്ഞ് കിട്ടണമെന്ന് എനിക്ക് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ റെഗുലറായിട്ട് എത്ര താമസിച്ചാലും രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു പാക്ക് ഇട്ടിട്ടേ കിടക്കുമായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉള്ളവർക്കാണെങ്കിലും നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ നല്ല ക്ഷമ വേണം ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ രണ്ടാമത് ഹെയർ വരവും ചെയ്യും കേട്ടോ. നമ്മളെപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഫേഷ്യൽ ഹെയർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണി. അപ്പം ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് റെഡ്യൂസ് ആയതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. കാരണം തിക്കായിട്ടുള്ളതൊക്കെ നന്നായിട്ട് തിന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാവണ ഒരു ഫേഷ്യൽ ഹെയർ ഒക്കെ ഇല്ലേ, അതെല്ലാം അവിടെ നിന്നൊക്കെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാറിയിട്ട് ഈ ഒരു മഞ്ഞളിൻ്റെ ആ ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡില്ല, ഒരു മഞ്ഞപ്പ് കൂടിയ കളറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാനങ്ങനെ മഞ്ഞൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കിപ്പോഴും ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ട് കേട്ടോ, മാറിയെന്നൊന്നും അല്ല ഞാൻ പറയാണ്. പക്ഷെ നമ്മൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സോ ഇങ്ങനെ ഞാൻ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പാക്ക് നമ്മൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. മഞ്ഞൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഫുൾ വലിഞ്ഞുണങ്ങി പോകാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. ജസ്റ്റ് ഒന്ന് ഉണങ്ങി കുറച്ചൊന്ന് ഒരു 1/4 ഭാഗം ഡ്രൈ ആയി കഴിയുമ്പോൾ ഇങ്ങനെ പതിയെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യും കേട്ടോ. നമ്മൾ ഈ മൂക്കിലും താടിയിലും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരില്ലേ, മഞ്ഞൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. എനിക്ക് അന്ന് അത്രയും റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് എനിക്കിങ്ങനെ വൈറ്റ് ഹെഡ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രബ് പോലെ ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് നമുക്ക് അറിയാമല്ലോ, മഞ്ഞളിൻ്റെ ഒരു മഞ്ഞ ഷെയ്ഡ് ഉണ്ടാവും. പക്ഷെ നമ്മൾ തൈരും മറ്റേ തേനും ചേർത്തേക്കുന്നതുകൊണ്ട് അത്ര അങ്ങനെ ഷെയ്ഡ് നമ്മുടെ ഫേസിൽ നിൽക്കില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തൈരോ പാലോ തേനോ ഈ 3 ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മഞ്ഞളിൻ്റെ കറ നമ്മളുടെ സ്കിന്നിൽ നിൽക്കും.
നിൽക്കില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. സോ ഫേസ് പാക്ക് കഴുകി കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ചെറിയൊരു ഗ്ലോയും അതിൻ്റെ ആ ഒരു റിസൾട്ട് നമ്മൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. സോ ഇനി അടുത്തതായിട്ട് വന്നിട്ടത് ഒരു സിറമാണ്, ടർമറിക് സിറമാണ്. അപ്പോൾ നമ്മൾക്ക് പാക്ക് ഇട്ടില്ലെങ്കിലും ഈ ഒരു സിറം യൂസ് ചെയ്യാം കേട്ടോ. സോ സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് മഞ്ഞളാണോ യൂസ് ചെയ്യുന്നത് ആ മഞ്ഞൾ 1 ടേബിൾ സ്പൂൺ എടുക്കുക. കറിയിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾ എടുക്കരുത്. ഇനി രണ്ടാമത് വന്നിട്ട് അലോവേറ ജെല്ലാണ്. ഇത് നമ്മൾ ഹോം മെയ്ഡ് അലോവേറ ജെല്ലാണ് കേട്ടോ. അന്ന് നമ്മളൊരു വീഡിയോ ഇട്ടില്ലേ, അതിൽ അലോവേറ ജെല്ലാണ്. 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ വേണം കേട്ടോ, ഞാൻ പറയാം. സോ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മഞ്ഞളിൻ്റെ പൗഡറും ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. കാരണം നമ്മൾ ആദ്യം തന്നെ കുറേ അലോവേറ ജെൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മഞ്ഞൾ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് അലോവേറ ജെല്ലിൽ മഞ്ഞൾ ആദ്യം മിക്സ് ചെയ്ത് കേട്ടോ. സോ നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം 1 വലിയ ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ഒന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാൻ അലോവേറ ജെൽ എൻ്റെ കയ്യിൽ കുക്കുംബർ ജെൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അലോവേറ ജെൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉള്ളവരാണെങ്കിൽ അലോവേറ ജെൽ അധികം അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ കുക്കുംബർ ജെൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അലോവേറ ജെൽ എടുത്തത്. കുക്കുംബർ ജെൽ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാനൊരു ബൗള് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഞാനിപ്പോൾ ആദ്യം ഒരു കുപ്പി കാണിച്ചില്ലേ, സ്പ്രേയിങ് ബോട്ടിൽ കാണിച്ചില്ലേ, അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന അത്ര വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കണം. നിങ്ങൾ ഏത് ബോട്ടിലാണോ സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു ബോട്ടിലിൽ അളവെടുത്തിട്ട് ചെയ്യാം കേട്ടോ. സോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം വെക്കുക. 1 അരമണിക്കൂറൊക്കെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോണ്ടല്ലോ നമ്മൾ ചേർത്ത് കൊടുത്ത ഈ മഞ്ഞളിൻ്റെ പൊടിയിലുള്ള കനമുള്ള പൊടികളെല്ലാം അടിയിലേക്ക് സെഡിമെൻ്റ് ആയിട്ട് വന്ന് കിടക്കും. കണ്ടോ, അവിടെ അടിഞ്ഞ് കിടക്കുന്നുണ്ട്. ബാക്കി മേലെ ഉണ്ടായിരുന്ന വെള്ളം ഞാനിങ്ങനെ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് അരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് മേളിൽ ഉണ്ടായിരുന്ന അത്രയും ഭാഗത്തെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അടിയിൽ വന്ന് കെട്ടിക്കിടന്നതെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിറം ഇതാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടോണർ പോലെ ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് സിറമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഡ്രോപ്പർ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സോ ഞാനിപ്പോൾ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. രണ്ടും കൂടെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ രണ്ടും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. കാരണം ടോണർ അല്ലെങ്കിൽ ഈ ഒരു സിറം നല്ല റിസൾട്ട് നമ്മൾക്ക് തരും. സോ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ പതിയെ ഫേസിലേക്ക് അടിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ശരിക്കും പറഞ്ഞ ഒരു എക്സസൈസ് ആണ്. നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ, നമ്മുടെ ബ്ലഡ് വെസൽസിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു എക്സസൈസ് ആണ്. നമ്മൾക്ക് അധികം വേദന എടുക്കാത്ത രീതിയിൽ അടിക്കുക, നന്നായിട്ട് നമ്മുടെ കവിളിലേക്കും നെറ്റിയിലേക്കും സ്കിൻ നന്നായിട്ട് റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ഗ്ലോയിങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴേക്കും എന്തായാലും നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ നന്നായിട്ട് കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ ഈ ഒരു എക്സസൈസ്. സോ നന്നായിട്ടൊന്ന് അടിച്ചടിച്ച് ഫുൾ അതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും പിന്നെയും ഒരു ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരച്ചിങ്ങനെ എടുക്കണമല്ല, എന്നാൽ സ്കിന്നിൽ നിന്ന് കൂടുതലായിട്ടുള്ള നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത സാധനം പോകുന്ന രീതിയിൽ. എനിക്ക് അധികം അങ്ങനെ ഫേസിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ നമ്മൾ ഉണ്ടായിരുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ നമ്മൾക്ക് ഫീൽ ചെയ്യട്ടെ. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടും. അതുപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആവാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്ക് നമ്മുടെ ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാം. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.